അപ്പോൾ ഇതാണ് ഇന്ന് കാലത്തത്തെ ഭക്ഷണം. കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, ദോശയുണ്ട്. അപ്പോൾ പുത്തമ്പള്ളി ആശുപത്രിയിൽ അമ്മായിമ്മ അഡ്മിറ്റ് ഉണ്ട്. അപ്പോൾ അമ്മേനെ കാണിക്കാൻ വന്നപ്പോൾ എല്ലാവരും കൂടിയുള്ളൊരു സംഭാഷണമാണ് ഇവിടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്ന ആൾക്ക് 490 ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുത്തമ്പള്ളിയിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ്. ഇപ്പോൾ 146 ഷുഗറായി. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. എനിക്ക് 92 ഉള്ളൂ ഷുഗർ. അപ്പോൾ സുഹൃത്തുക്കളെ, പുത്തമ്പള്ളിയിൽ അക്കീം സാറിൻ്റെ കീഴിലാണ് അമ്മേനെ കാണിച്ചിരുന്നത്. ഏതായാലും അക്കീം സാറ് വളരെ കാര്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കുറഞ്ഞ് നോർമലായി. അപ്പോൾ ഇനി ഉച്ചയ്ക്കത്തെ ഷുഗറും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറും ഒക്കെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പാരമ്പര്യം അനുസരിച്ചിട്ട് ഇപ്പോൾ ഇൻസുലിൻ കുത്തേണ്ട ടൈമായി. പക്ഷേ ഞാൻ അത്രയും ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് എനിക്ക് 92 ഷുഗർ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തത്തെ വ്യായാമം, ഭക്ഷണക്രമം, പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര ഞാൻ ഒഴിവാക്കി. പഞ്ചസാര ഞാൻ കഴിക്കാറില്ല. അപ്പോൾ ഇന്ന് ഓടാൻ വരാനായിട്ട് ഒരുപാട് വൈകി. കാര്യം അമ്മേനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നപ്പോൾ വൈകി. അപ്പോൾ ഫസ്റ്റ് ഓട്ടം എനിക്ക് കിട്ടിയത് നെല്ലിശ്ശേരിയിലേക്കാണ്. അത് അവിടെ നിന്ന് ഒരു 1/2 കിലോ പഴം മേടിച്ചിട്ടുണ്ട്. ഇത് മൊത്തമായിട്ട് തിന്നാനല്ല, ചിലപ്പോൾ 2 പഴവും ചിലപ്പോൾ ഒരു ആപ്പിളും മേടിക്കും. ആപ്പിൾ അതിൻ്റെയൊക്കെ അടുത്തേക്ക് അടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ വഴിയോരത്തൊക്കെ വല്ലവരും പിക്കുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ആപ്പിൾ മേടിച്ച് കഴിക്കും. അപ്പോൾ 2 പഴവും 1 ആപ്പിളും ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് തിന്നുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ഓട്ടം നമ്മൾ തൃശ്ശൂർ റോഡിൽ നിന്നായിരുന്നു. രണ്ടാമത്തെ ഓട്ടം നമ്മുടെ പട്ടാമ്പി റോഡിൽ നിന്നാണ്. ഞാനിങ്ങനെ കറങ്ങി നടക്കും അവിടെയൊക്കെ. ഒരു സ്റ്റാൻഡ് മാത്രമായിട്ട് സ്ഥിരമായിട്ട് ഉണ്ടാവില്ല. ഇതാണ് വട്ടംകുളം റോഡ്. ഞാൻ ആദ്യം കാണിച്ച കുഴി ഇതായിരുന്നു. അത് മാത്രം കറക്റ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. എൻ്റെ വീഡിയോ ഫലം കണ്ടതിനുള്ള ഒരു തെളിവാണ് ഇപ്പോൾ ഇത് മാത്രം അടച്ചിട്ടുണ്ട്. ബാക്കി കുഴികളൊക്കെ അവിടെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതൊന്നും അടച്ചിട്ടില്ല. എന്തായാലും ഇത് വളരെ ഒരു അപകടം പിടിച്ചൊരു കുഴി തന്നെയാണ്. അത് അവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇതൊന്നും അടച്ചത്. സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറിൻ്റെ വീടാണ്. അവളുടെ പേര് റംല എന്നാണ്. അവളെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ്. അതമ്മ റംലയുടെ അമ്മയാണ്. അപ്പോൾ ഈ റംല എന്ന് പറഞ്ഞാൽ അവൾ എനിക്കൊരു മൂത്ത സഹോദരനെ പോലെയാണ്. അവൾക്കും തിരിച്ചും എന്നെ ഒരു സഹോദരനെ പോലെ തന്നെയാണ്. ഇത് റംലയുടെ ഒരു മകൻ. രണ്ടാമത്തവൻ എന്ത് ചെയ്യും? അവളിവിടെ ഇല്ല, അവൾ പണിക്ക് പോയിരിക്കുകയാണ്. അവൾ 1 മാസം കൂടുമ്പോഴല്ലേ വരുള്ളൂ. അത് മാത്രമല്ല, ഈ വീട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പെയിൻ്റ് അടിച്ചാണ് ആകമൊക്കെ. ഇത് പെരതാമസമായി കഴിഞ്ഞപ്പോഴത്തേക്കും പെയിൻറ്റിങ്ങുകാരെ കിട്ടാനില്ല എന്നുകൊണ്ട് അവൾ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ പെയിൻറ്റ് മേടിച്ചോ, ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന്, അവൾ പോലും സഹായിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പെയിൻ്റ് അടിച്ചു. എന്തായാലും അവൾ കൂലിയൊക്കെ തന്നു കേട്ടാ. എനിക്ക് അന്ന് ഞാൻ ഓടാൻ പോയിട്ടില്ല, അതിനുള്ള കൂലിയൊക്കെ തന്നു. പക്ഷെ ഇത് മുഴുവനാക്കാൻ പറ്റിയില്ല. അന്ന് കുറച്ച് ബാക്കിയുണ്ട് ഇല്ലേ അന്ന് അവിടെ. അത് ആരെങ്കിലുമൊക്കെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ മൊത്തം ഫിനിഷ് ചെയ്തേനെ. ഇതൊക്കെ ഞാൻ പെയിൻ്റ് അടിച്ചാണ്. എൻ്റെ ഒരു നല്ലൊരു കസ്റ്റമറാണ് അവൾ. കസ്റ്റമറിന് ഉപരി അവൾ എൻ്റെ ഒരു സഹോദരീനെ പോലെയാണ്. അവൾക്ക് ഞാനും ഒരു സഹോദരനെ പോലെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു ബന്ധമാണ്. ഇതാണ് രാധമ്മ. രാധമ്മയാണ് ഇപ്പോൾ ഈ പിള്ളേരെ നോക്കണം. ഇപ്പോഴും അവൾ ജോലിക്ക് പോയിരിക്കുകയാണ് പാവം. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ റംല എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ത്രീകൾക്ക് ഒരു മാതൃക തന്നെയാണ്. കാര്യം അവൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി വീടല്ലേ രാധമ്മ? അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വീടല്ലേ? അപ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് അവളെ ഓർത്തിട്ട്. കാര്യം അവൾ ഇപ്പോഴും പാവം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ കല്യാണപ്പെരയിൽ ചോറൂപ്പിന് പോയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അവളെ കാണിച്ചു തരാം. ഒരു ദിവസം അവൾ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 1 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വരുള്ളൂ അല്ലേ? 1 മാസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ എന്തായാലും അവൾ വരുമ്പോൾ നമുക്ക് അവളെ പരിചയപ്പെടാം. ഇതാണ് അവരുടെ വീടിൻ്റെ അകം. എന്തായാലും വളരെ ഭംഗിയായിട്ടുണ്ട്. കുറേ കഷ്ടപ്പെട്ട് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനും ഇതിനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ആരെങ്കിലും സഹായിക്കാനായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വലിയൊരു എന്താ പറയുക, വലിയൊരു ഉപകാരം തന്നെ ആയേനെ. ഇതാണ് തൻസീഫ്, അവളുടെ ഇളയ മകൻ. ഇത് അമൽ കൃഷ്ണ, മൂത്ത മകൻ. എടാ അപ്പം ഞാൻ പോകണ കേട്ടാ. ഓക്കെ മാമോട്ടെ, ടാറ്റാ. ആ പപ്സ് മേടിച്ചോണ്ടെന്നുണ്ട്, അത് കഴിച്ചോ. അപ്പോൾ ഇതേ പച്ചക്കറിയൊക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. അപ്പോൾ ഇന്നത്തെ ഓട്ടം വളരെ മോശമായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ പോയത്. ഒരു 600 രൂപയ്ക്ക് ഓടിയുള്ളൂ. 10 മണി വരെ ഇന്നുള്ളൂ. നൈറ്റ് പാസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്ഷീണം കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. പിള്ളേനെ പോലെ തന്നെ എന്നെ സ്നേഹിക്കണ, എന്നെ ഓട്ടം വിളിക്കണ ഒരു കുറച്ച് ആൾക്കാരുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തായാലും. ഇപ്പം എൻ്റെ മകനെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. എന്നെ ഇതുപോലെ തന്നെ ആങ്ങളേനെ പോലെ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഓട്ടങ്ങൾ എനിക്ക് ഈ പരിസരത്തുണ്ട്. ഇപ്പോൾ സ്റ്റാൻഡിലെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മിക്ക ആൾക്കാരും പൈസ കുറച്ച് ഓട്ടം പോകണം എന്നുള്ളൊരു പരാതി ഉണ്ട് പൊതുവെ. ഓട്ടം പിടിക്കാൻ വേണ്ടിയിട്ട് പൈസ കുറച്ച് ഓടണമെന്ന്. പക്ഷേ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് കാശ് മേടിക്കുക? ഒന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോൾ ഈ കണ്ട അവസ്ഥ എങ്ങനെയുണ്ട്? പിന്നെ ഈ റംലയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റംല ഒരു വീട്ടിൽ 2 മതത്തിലെ കുട്ടികളെ വളർത്തുന്നുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകത.
ഇന്ത്യയിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് കാണിച്ചു തരുമോ? ഒരു മകനെ മുസ്ലിമായിട്ടും ഒരു മകനെ ഹിന്ദുവായിട്ടും വളർത്തുന്ന ഏതെങ്കിലും ഒരു രാജ്യം കാണിച്ചു തരും? അത് നമ്മുടെ ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. എന്തായാലും അവളും ഇപ്പോൾ മുസ്ലിമായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. അവൾക്ക് എന്താ പറയുക, ഷുഗർ, പ്രഷർ എന്ന് വേണ്ട എല്ലാ അസുഖങ്ങളും ഉണ്ട്. പാവം എന്നാലും കഷ്ടപ്പെടുകയാണ് ആ വീടിന് വേണ്ടിയിട്ട്. ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഇഷ്ടംപോലെ കടമുണ്ട് കേട്ടോ. ആ വീട് കുറേ ലോണൊക്കെ എടുത്തിട്ടൊക്കെയാണ് കൂട്ടിയിരിക്കുന്നത്. എന്തായാലും അവൾ കുറേ പൈസ അവൾ ഒപ്പിച്ച്, എന്നാലും ഈ ലോണൊക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവളെ സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. സഹായം എത്തിച്ചു കൊടുക്കാനുള്ള വഴികളൊക്കെ അവളുടെ ഗൂഗിൾ പേ നമ്പർ കാര്യങ്ങളൊക്കെ തരാം. ഞാൻ സഹായം എത്തിച്ചു കൊടുക്കണം എന്ന് വേണ്ടിയുള്ളൊരു വീഡിയോ അല്ല, എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ പറയണമെന്ന് തോന്നി. അതിൻ്റെ ഒരു കടമയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ എന്നെ അറിയിച്ചാൽ മതി. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ രാത്രി ഭക്ഷണം. 3 ചപ്പാത്തി, ഒരു ചെറിയ ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട്, ഇത്തിരി സാമ്പാറും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇതൊക്കെയാണ്, ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ നന്ദി, നമസ്കാരം. നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.